ബറക്കത്തുണ്ടാവാൻ വേണ്ടി ഏത് കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും രാവിലെ കാര്യങ്ങൾ ചെയ്യാം, ഏറ്റവും നേരത്തെ കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ബറക്കത്തുള്ള സമയം ഏറ്റവും ആദ്യത്തെ പ്രഭാതമാണ്. അതാണല്ലേ സ്വസ്ഥതല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് നൽകിയാലും അതിൽ തൃപ്തിപ്പെടുന്ന മനസ്സ് ആർക്കുണ്ടോ അവർക്ക് സമാധാനവും ബറക്കത്തും അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. കുടുംബബന്ധം ചേർക്കുക. കുടുംബബന്ധം ഒരാൾ ചേർക്കുകയും നന്നാക്കുകയും ചെയ്താൽ അയാളുടെ ആയുസ്സിലും സമ്പത്തിലും അല്ലാഹു വർധനവ് നൽകുമെന്ന് റസൂലുള്ളാഹി ബറക്കത്ത് നൽകുമെന്ന് വേറെ ഹദീസിലും നമുക്ക് കാണാം. ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. നമ്മുടെ ആയുസ്സിൽ, സമ്പത്തിൽ, സമയത്തിൽ, എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാവുക എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം ജീവിതത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ആയുസ്സെത്ര കിട്ടി, സമ്പത്തെത്ര ഉണ്ടാക്കി എന്നതല്ല പ്രാധാന്യപൂർവം നമ്മൾ വിലയിരുത്തേണ്ടത്. അള്ളാഹുവിൻ്റെ ബറക്കത്ത് നമുക്ക് എത്ര ലഭ്യമായി എന്നതാണ്. ബറക്കത്തില്ലാത്ത സമ്പാദ്യവും ആയുസ് കൊണ്ടും ഒരു വിശ്വാസിക്കൊരു പ്രയോജനവുമില്ല, അതെത്ര വലുതാണെങ്കിലും ശരി. അപ്പം നമ്മുടെ ജീവിതം മുഴുവൻ പടച്ചവൻ്റെ ബറക്കത്തുള്ള ജീവിതമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ ആദ്യമായിട്ടുണ്ടാവേണ്ടത് ആമനു വത്തഖു, ഈമാനും തഖ്വയുമാണ്. വിശ്വാസവും ഭക്തിയും സൂക്ഷ്മതയും ഒരാളിൽ ഉണ്ടായാൽ, ഒരു സമൂഹത്തിൽ ഉണ്ടായാൽ, ഒരു രാജ്യത്തുണ്ടായാൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമിയിൽ നിന്നുള്ള ബറക്കത്തുകൾ അവർക്ക് ലഭിക്കും എന്നതാണ്. എന്നാൽ ദുനിയാവിലും പരലോകത്തും അവർക്ക് ബറക്കത്തുകൾ ലഭിക്കും. രണ്ടാമത്തെ കാര്യം, വഹാദ കിതാബുൻ മുബാറക്കുൻ, ഖുർആനിനെ മുറുകെ പിടിക്കലാണ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യും. കാരണം ഖുർആന്റെ പ്രത്യേകത തന്നെ എന്താണ്? കിതാബുൻ മുബാറക്കുൻ എന്നാണ്, ബറക്കത്തുള്ള ഗ്രന്ഥം എന്നാണ്. അത് ഖുർആന്റെ ഒരു പ്രത്യേകതയാണ്. ആ പ്രത്യേകത ഖുർആൻ മുറുകെ പിടിക്കുന്ന ആളുകൾക്കുണ്ട്. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. രണ്ട് കാര്യമാണ് നിങ്ങളിൽ നാം ഉപേക്ഷിച്ചു പോകുന്നത്, അതാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. അത് നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്ന കാലത്തോളം ലൻ തളില്ലു, നിങ്ങൾ വഴിപിഴക്കുകയില്ല. അതിലൊന്നാമത്തത് കിതാബല്ലാഹ്. ഏത് കിതാബ്? കിതാബുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥം. അപ്പൊ തമസ്സക് ബിൽ ഖുർആൻ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ വായിക്കുക. ഇത് ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് സമ്മാനിക്കും. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബറക്കത്ത് ഒരാൾക്ക് ലഭിക്കും, അനുഗ്രഹം ലഭിക്കും. അപ്പൊ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അനുഗ്രഹം ലഭിച്ചത് ചിലപ്പോൾ ആളുകൾക്ക് സമ്പത്ത് ധാരാളം ലഭിച്ചിട്ടുണ്ടാവും. പ്രാർത്ഥിക്കുന്നതിലൂടെ അതിൽ വർധനവ് അല്ലാഹു നൽകും.
അസൂയാലുക്കളുടെ അസൂയയിൽ അല്ലാഹു അയാളെ കാത്തുരക്ഷിക്കും. പ്രാർത്ഥന കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നിഅമത്തുകൾ അദ്ദേഹത്തിന് അള്ളാഹു നൽകും. ഇപ്പം ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ രീതിയിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ചില സന്ദർഭങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഭക്ഷണം കഴിച്ച ഉടനെ നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹില്ലദി അത്അമനി വസഖാനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഉടനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട അല്ലാഹുമ്മ അത്ഇമൻ അത്അമന വസ്ഖിമൻ സഖാന വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുവേ, ഈ ഭക്ഷണം എനിക്ക് തന്ന ആളുകൾക്ക് നീ ഭക്ഷിപ്പിക്കണം, അവർക്ക് പുറത്തു കൊടുക്കണം, അവരോട് കാരുണ്യം ചെയ്യണം. വറുസിഖ്ന ഖൈറൻ മിൻഹു, ഇതിനേക്കാൾ നല്ല ഭക്ഷണം എനിക്ക് നൽകുകയും വേണം. ഭക്ഷണം കഴിച്ച് ആ നിഅമത്തിന് ഒരാൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അയാളുടെ ഭക്ഷണത്തിൽ ബറക്കത്ത് നൽകും. ഭക്ഷണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏത് ഭക്ഷണം കഴിച്ചാലും അതിനേക്കാൾ നല്ലത് എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. ഇല്ല ലബൻ, പാലൊഴികെ. പാലിനേക്കാൾ നല്ല ഭക്ഷണം ഭൂമിയിലില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, കുടിക്കുന്ന പാനീയങ്ങളിൽ ഏറ്റവും നല്ലത് പാലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ വീട്ടിൽ പാലില്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല, അയാളുടെ വീട്ടിൽ ഭക്ഷണമില്ല എന്നാണ് ഹദീസ്. അത് ഖൈറായ ഒരു കാര്യമാണ്. ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞൊരു അനുഗ്രഹമാണ്. മതഅൻ ലക്കും വലി അൻഅമിക്കും. ഭൂമിയിൽ പച്ചപ്പുണ്ടാക്കിയപ്പോൾ അള്ളാഹു പറഞ്ഞ നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും തിന്നാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. നിങ്ങളെ കാലികൾ എന്തിനാണ് തിന്നത്? നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭ്യമാകാൻ. ആ അനുഗ്രഹങ്ങളിൽ ഒന്ന് ഏതാണ്? പാലാണ്. പാലിൻ്റെ പോരിശ പറയലല്ല, ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പം അതുകൊണ്ട് ഏത് ഭക്ഷണം കഴിച്ചാലും അതിനേക്കാൾ നല്ല ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പാലൊരാൾ കുടിച്ചാൽ വസിദ്നാ മിൻഹു, ഇതിൽ വർധനവ് നൽകാൻ പ്രാർത്ഥിക്കുക. അതിനേക്കാൾ നല്ലത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, കിട്ടൂല എന്നാണ് പറയുന്നത്. അപ്പൊ ഭക്ഷണം കഴിച്ച ഉടനെ ഒരാൾ പ്രാർത്ഥിക്കുക. വേറൊരാളുടെ വീട്ടിൽ പോയി നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം നൽകിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ വീട്ടിൽ അവരുടെ ഭക്ഷണത്തിലും ബറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സുലൈമിന്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ അവര് നെയ്യും അതുപോലെ റൊട്ടിയൊക്കെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി സായിമു, ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് ഭക്ഷണം വേണ്ട, അതുകൊണ്ട് ആ വന്ന ഭക്ഷണം എടുത്തു വെക്കൂ എന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആ വീട്ടിൽ ഒതു എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് ആ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉമ്മു സുലൈം വന്നിട്ട് പറയാണ്, നബി, എനിക്ക് ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. അതെന്താണ് പ്രത്യേക കാര്യം? എൻ്റെ മകൻ അനസുണ്ട്, അനസിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അനസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഖാദിമുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനാണ്. 12ാമത്തെ വയസ്സിൽ റസൂലിന്റെ കൂടെ കൂടിയ ആളാണ്. അപ്പൊ അനസിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ റസുഖ്ഹു മാലൻ വബനീൻ, ധാരാളം സമ്പത്തും സന്താനങ്ങളും അദ്ദേഹത്തിന് നൽകണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹുവിന് ധാരാളം സമ്പത്തും അല്ലാഹു നൽകി, സന്താനങ്ങളെയും നൽകി. വിശുദ്ധ ഖുർആൻ തന്നെ ഇന്ന സ്വലാത്തക സഖനൻ ലക്കും, നിന്റെ പ്രാർത്ഥന അവർക്ക് ഒരു സമാധാനമാണ്. സക്കാത്ത് പിരിക്കണോടത്താണ് ഇത് പറഞ്ഞത്. സക്കാത്ത് ആളുകളടുത്ത് വാങ്ങിയിട്ട് തന്ന ആളുകൾക്ക് വേണ്ടി നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. നിർബന്ധമാണ്, തരില്ല, അവരുടെ ബാധ്യതയാണ്. പക്ഷെ ഇന്ന സ്വലാത്തക സഖനൻ ലക്കും, നീ പ്രാർത്ഥിക്കുന്നത് അവർക്കൊരു ആശ്വാസമാണ്.
മനുഷ്യന് പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആശ്വാസം. രോഗിയായി കിടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ 2 കിലോ ആപ്പിളോ 3 കിലോ ഓറഞ്ചോ ഒന്നും കൊണ്ട് ചെല്ലുന്നതല്ല പ്രധാനം. ചെല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അയാളുടെ കയ്യിൽ കൈ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആ ശരീരത്തെ ടച്ച് ചെയ്ത് പ്രാർത്ഥിക്കണം. പകർച്ചവ്യാധികളല്ലാത്ത എല്ലാ രോഗങ്ങളിലും നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കും. ആ മനുഷ്യനത് കിട്ടുന്ന ആശ്വാസമുണ്ട്. നമ്മുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചല്ല പടച്ചവന്റെ ബർക്കത്തുണ്ടാവുക. ഒരാൾ ആയുസ്സുണ്ട്, സമ്പത്തുണ്ട്, പക്ഷെ ഇതൊന്നും അനുഭവിക്കാൻ കഴിയില്ല. അങ്ങനെ ജീവിച്ചു പോവാണ്. അതിന്റെ കാരണം എന്താണ്? സമ്പത്തിൽ ബർക്കത്തില്ലാത്തതുകൊണ്ടാണ്, ആയുസ്സിൽ ബർക്കത്തില്ലാത്തതുകൊണ്ടാണ്. ധാരാളം കുടുംബവും സന്താനങ്ങളും വലിയ തറവാടൊക്കെയാണ്, പക്ഷെ ഒരു മനസ്സമാധാനമില്ല. കാരണം കുടുംബത്തിൽ ബർക്കത്തില്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു നൽകുന്ന ഒരു കാര്യമാണ്. ഒന്നുമില്ലെങ്കിൽ ആ പ്രാർത്ഥന വലിയ ദീർഘമായിട്ടൊന്ന് ഹൈറും ബറക്കത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ അറബികൾക്കൊക്കെ നിങ്ങൾ നന്മ ചെയ്താൽ ബറക്കല്ലാഹു ഫീക് എന്നവർ പ്രത്യേകം എടുത്തു പറയും. അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറയും. അത് നല്ലൊരു എന്നല്ല അങ്ങനെ ചെയ്യുന്നത്. സാലിഹീങ്ങളായ ആളുകളോട് പ്രാർത്ഥനക്ക് വസിയത്ത് ചെയ്യാം. മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മകന്റെ കാര്യം പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് വസിയത്ത് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അത് ഇസ്ലാമിൽ അനുവദനീയമായ ഒരു കാര്യമാണ്. അപ്പോൾ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ അനുഗ്രഹത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിലൊരു സന്ദർഭം ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഭക്ഷണം കഴിച്ചാൽ പ്രാർത്ഥന അയാൾ ബറക്കത്തുണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. വീടുകളിൽ ഉണ്ടാവുന്ന ആളുകൾ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരു സംതൃപ്തി ഇല്ല. അപ്പൊ നീ എങ്ങനെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ? ഞാൻ ഭക്ഷണം കഴിക്കും, ഭാര്യ പിന്നെ കഴിക്കും, മക്കൾ വേറെ കഴിക്കും, അതുകൊണ്ടാണ് സംതൃപ്തി ഇല്ലാത്തത്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ അള്ളാഹു ബറക്കത്ത് നൽകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. വീട്ടിൽ ആളുകൾ ഉണ്ടാവുന്ന സമയത്ത് ആണ് ആദ്യം പെണ്ണ്, പിന്നെ ആ പരിപാടി ഇസ്ലാമിലില്ല. ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരുമിച്ചല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ഹദറത്ത് ആയിഷ റളിയല്ലാഹു അൻഹ. ഇപ്പൊ ഭക്ഷണം വീട്ടിൽ കഴിക്കുന്നത് ആ വീട്ടിലുള്ള ആളുകളുടെ ഒരുമയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ബറക്കത്തിനും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അതുമായി അള്ളാഹു നൽകുന്ന ബറക്കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം ഈ വീട്ടിൽ ഏറ്റവും മുതിർന്ന ആളുകൾ, അൽ ബർക്കത്തു മഅകാബിരിക്കും, നിങ്ങളുടെ സമൂഹത്തിൽ വയസ്സായ ആളുകളുടെ കൂടെയാണ് ബർക്കത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എന്നല്ല അക്രിം ദി ശൈബത്തി മുസ്ലിം ഇന്ന മിൻ ഇജ്ലാലില്ല, അള്ളാഹുവിനെ ആദരിക്കുന്നതിന് സമാനമാണ് മുസ്ലിമായ ഏറ്റവും പ്രായമുള്ള ഒരാളെ ബഹുമാനിക്കൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ ആദരിക്കുന്നതിന് സമാനമാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില വീടുകളുണ്ട്, ആ വീടുകളിൽ മുതിർന്ന ആളുകൾ തീരെ പരിഗണിക്കപ്പെടാത്ത വീടുകളായിരിക്കും. ചിലപ്പോൾ മകനും ഭാര്യയോ കാര്യങ്ങൾ നടത്തുന്ന കാര്യങ്ങളുണ്ടാവും. മക്കളും ബാപ്പയും വല്യാപ്പാനോട് ആലോചിക്കും, വല്യാപ്പക്ക് ബുദ്ധിയും ബോധമൊക്കെ വിവരമൊക്കെ ഉണ്ട്, അനുഭവമുണ്ട് എന്നത് ചോദിക്കുക പറയേ, ആ പരിപാടി ഇല്ല. സ്വന്തമായിട്ട് കാര്യങ്ങൾ നടക്കും. ഇപ്പം നിങ്ങളുടെ വീടുകളിൽ വൃദ്ധരായ ആളുകൾ അവഗണിക്കപ്പെട്ടാൽ ആ വീടുകളിൽ അള്ളാഹു ബറക്കത്ത് തടയും, അനുഗ്രഹങ്ങൾ നിഷേധിക്കും. ഇപ്പൊ വീടുകളിൽ വയസ്സായ ആളുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വല്യന്മാരുണ്ട്, അവർ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അവർക്ക് ഭക്ഷണത്തിലൊക്കെ ചില പഥ്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാൽ പോലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ വാപ്പയും ഉമ്മയും എത്ര മുതിർന്ന ആളുകളാണെങ്കിലും അവരോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കുക, അവരെ നിങ്ങൾ കാര്യങ്ങൾ അറിയിക്കുക. നിങ്ങളൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന കാര്യം നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, വാപ്പ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല. ഏത് കാര്യമായാലും ശരി, അതിലാണ് ബറക്കത്ത് എന്ന്. അൽ ബറക്കത്തു മഅകാബിരിക്കും, നിങ്ങളിൽ മുതിർന്ന ആളുകളുടെ കൂടെയാണ് അള്ളാഹു ബറക്കത്ത് നൽകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കാര്യമാണ്, ഏത് ബോഡിയാണെങ്കിലും, നിങ്ങളിപ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കുന്ന ഒരു കമ്മിറ്റി എടുക്കാൻ നോക്കുക, ഒരു ഗവേണിംഗ് ബോഡി എടുക്കാൻ നോക്കുക, അതിൽ മിക്സ്ഡ് ആയിരിക്കണം. ചെറുപ്പക്കാർ മാത്രം അതിൽ ഉണ്ടാവരുത്, വയസ്സായ ആളുകളും മാത്രം ഉണ്ടാവരുത്, രണ്ടും കൂടി ആവണം.
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശൂറ സംവിധാനം അത് നമുക്ക് വലിയ പാടാണ്. രണ്ടുണ്ട്. വൃദ്ധരായ ആളുകളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്, ഏറ്റവും ചെറിയ ആളുകളും ആ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം അതിലാണ് ബറക്കത്തുള്ളത്. ചെറിയ ആളുകൾ മുതിർന്ന ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിലാണ് ബറക്കത്ത് എന്ന്. അങ്ങനെ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ബറക്കത്ത് അല്ലാഹു തടയുമെന്ന് റസൂലുള്ളാഹി ചെറിയ കാര്യമാണ്, പക്ഷേ വീടുകളിൽ സംഭവിക്കുന്ന കാര്യം. അന്ത്യനാളിന്റെ അടയാളമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വാപ്പാക്ക് വീടിൽ സ്ഥാനമില്ലാതിരിക്കുക. വാപ്പ ഏതുപോലെ ആയിരിക്കും? ഒരു ചാരി വെച്ച തടി പോലെ ആയിരിക്കും. വാപ്പ വീട്ടിലുണ്ട്, പക്ഷെ വാപ്പ ഒരു തടി ഇങ്ങനെ ചാരി വെച്ചാൽ നമ്മൾ അതിനോടൊന്നും ചോദിക്കൂലല്ലോ, മിണ്ടൂലല്ലോ, പറയില്ലല്ലോ. അതേപോലെ ആകുന്ന ഒരവസരം വന്നാൽ അത് അന്ത്യനാളിന്റെ ലക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. കുടുംബനാഥൻ തന്നെ ആവണം. കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അവസാനത്തെ വാക്ക് പറയേണ്ടതും കുടുംബനാഥൻ തന്നെയാണ്. ആ വീട്ടിൽ മുതിർന്ന ആളുകളാണ് അതിൽ പ്രധാനമായും അതിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. അവർക്കതിന് ശേഷിയില്ലാതെ വരുമ്പോൾ അവരുടെ കൂടി അഭിപ്രായം മാനിച്ചാണ് നമ്മളൊരു കാര്യം തീരുമാനിക്കേണ്ടത്. അതിലേ ബറക്കത്തുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അപ്പൊ നമ്മൾ ഏത് വലിയ മനുഷ്യനായാലും, ഏത് വലിയ നേതാവായാലും, ഏത് വലിയ ബിസിനസ്സുകാരനായാലും, ഏത് വലിയ അധ്യാപകനും ഡോക്ടറോ എഞ്ചിനീയർ ആയാലും ശരി, വീട്ടുകളിൽ നമ്മുടെ ഒരു സിസ്റ്റം നമ്മൾ പാലിച്ചില്ലെങ്കിൽ അത് ബറക്കത്തുണ്ടാവില്ല. ബാപ്പ മരിച്ചു പോയാൽ ബാപ്പയോടുള്ള ബാധ്യതകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഇക്റാമി സ്വദീഖിഹിമ, അവരുടെ വയസ്സായ സുഹൃത്തുക്കൾ ഉണ്ടാവും, അവരെ നിങ്ങൾ ആദരിക്കുകയും പരിഗണിക്കുകയും ഒരു കാര്യം ചെയ്യുമ്പോൾ വാപ്പാനോട് ചോദിച്ചതുപോലെ വാപ്പാന്റെ സുഹൃത്തിനോട് നിങ്ങൾ ചോദിക്കുകയും വേണം. അതൊക്കെ വാപ്പ മരിച്ചാൽ വാപ്പാനോടുള്ള ബാധ്യതയായിട്ട് പറഞ്ഞ കാര്യമാണ്, ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ബറക്കത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വയസ്സായ ആളുകളുടെ കൂടെയാണ്. അവരെ ബഹുമാനിക്കുക, ആദരിക്കുക, പരിഗണിക്കുക. മൂന്നാമത്തെ കാര്യം പറയും, ജ്ഞാനമുള്ള ആളുകളെ ആദരിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ വിവരവും അറിവുമുള്ള ആളുകളെ ബഹുമാനിക്കുക. അതും നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ആദരിക്കുന്നതിന് തുല്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ മുന്നിലൂടെ തന്നെക്കാൾ അറിവും ജ്ഞാനവുമുള്ള ആളുകൾ, അതുപോലെ തന്നെ വൃദ്ധരായ ആളുകൾ പോയാൽ അവരെ പ്രത്യേകം പരിഗണിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യാൻ ഉത്സാഹിച്ചിരുന്നു. എന്തെങ്കിലും ഒരു സഹായം, ഇപ്പോൾ ഒരു വണ്ടിയിൽ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വയസ്സായ ഒരാളെ കൈപിടിച്ചു കൊടുക്കുക, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉത്സാഹിച്ചിരുന്നു. അതിൽ വലിയൊരു ബറക്കത്തുള്ളതായിട്ട് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ. ബറക്കത്ത് ഉണ്ടാവാൻ വേണ്ടി ഏത് കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും രാവിലെ കാര്യങ്ങൾ ചെയ്യാം, ഏറ്റവും നേരത്തെ കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ബറക്കത്തുള്ള സമയം ഏറ്റവും ആദ്യത്തെ പ്രഭാതമാണ്. 10 മണി 9 മണിയുള്ള പ്രഭാതം സുബഹിയുടെ സമയത്തെക്കുറിച്ചാണ്. അല്ലാഹുവേ നീ എൻ്റെ ഉമ്മത്തിന് പ്രത്യേകം ബറക്കത്ത് നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു കച്ചവട സംഘം പോകുമ്പോൾ, ഒരു സൈന്യത്തെ റസൂലുള്ളാഹി നിയോഗിക്കുമ്പോൾ എല്ലാം സുബഹിക്ക് ഉടനെയാണ് നിയോഗിച്ചിരുന്നതെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സുബഹിയുടെ സമയത്ത് വലിയ പ്രത്യേക ബറക്കത്ത്. ഏത് കാര്യത്തിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിന് പ്രത്യേക പ്രാധാന്യം അതിലുണ്ട്. ഹിഫ്ള് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ മെമ്മറി പവർ നമ്മുടെ സമയത്ത്, നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്ന, മൈൻഡിൽ നിൽക്കുന്ന ഒരു സമയമാണത്. എല്ലാത്തിനും ബറക്കത്തുള്ള ഒരു സമയമാണ് ഏറ്റവും ആദ്യം ചെയ്യുക. മുസ്ലിം കച്ചവടക്കാരെ കുറിച്ചൊക്കെ ചരിത്രത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ സുബഹി നിസ്കരിച്ചാൽ വേഗം കട തുറക്കും, ളുഹർ നിസ്കരിക്കുന്നതോട് കൂടി എന്ത് ചെയ്യും? കട അടക്കും. അങ്ങനെയായിരുന്നു ചരിത്രം. മാലിക് ദീനാറൊക്കെ വലിയ കച്ചവടക്കാരനായിരുന്നു. കേരളത്തിൽ അദ്ദേഹം കച്ചവടം ചെയ്ത് എങ്ങനെയാണ്, എത്ര സമയമാണ് ചെയ്തതെന്നൊക്കെ കേരളത്തിലെ ചരിത്രകാരന്മാർ എഴുതി വെച്ചു. അതിലൊരു ബറക്കത്തുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, സത്യസന്ധമായ കച്ചവടക്കാരിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. സത്യസന്ധമായ നേരെ തിരിച്ചുണ്ട്. അതായത് ഒരു കച്ചവടക്കാരൻ സത്യസന്ധമായി ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അമിത വില ഈടാക്കുന്നു, അല്ലെങ്കിൽ അമിത ലാഭം ഈടാക്കുന്നു, കച്ചവടത്തിന് എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ മറച്ചു വെക്കുന്നു, ഇങ്ങനൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അതിൽ ബറക്കത്തില്ല. സത്യസന്ധനായ കച്ചവടക്കാരനും ആ കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുന്ന ആൾക്കും അവർ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു കാര്യം വാങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളതൊക്കെ എനിക്ക് പറയാം, കച്ചവടക്കാരന് പറയുന്ന വില അദ്ദേഹത്തിന് പറയാം. രണ്ടാളും കച്ചവടം അഗ്രി ആയാൽ, യോജിച്ചു കഴിഞ്ഞാൽ, ആ കച്ചവടം നടന്നാൽ
സത്യസന്ധനായ കച്ചവടം, സത്യസന്ധനായ കസ്റ്റമറുമാണെങ്കിൽ രണ്ടുപേർക്കും ഒരുപോലെ അള്ളാഹു ബറക്കത്ത് ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, സത്യസന്ധമായ കച്ചവടക്കാരന്, ബിസിനസ്സുകാരന് അള്ളാഹു പ്രത്യേകം ബറക്കത്ത് ചെയ്യും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മനസ്സുള്ള ആളുകൾക്ക് അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അതേസമയം വമല്ലം ലാ യുബാരിക് ഫീ, അള്ളാഹ് നൽകിയതിൽ ഒരാൾക്ക് സംതൃപ്തി ഇല്ല എങ്കിൽ അയാൾക്കൊരിക്കലും അള്ളാഹു വർധനവ് നൽകില്ല. കാരണം ഗിനൻ നഫ്സ് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഒരു ചെറിയ പെട്ടിക്കടയാണെങ്കിലും അയാൾ നടത്തേണ്ട എല്ലാ കാര്യങ്ങളും നടത്തുന്നു. ഒരു നയാ പൈസ കടമില്ലാതെ ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ട്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന കടമില്ലാതെ ജീവിക്കുന്ന, കടമില്ലാതിരിക്കുക എന്നുള്ളതാണ് കടണ്ടായങ്ങൾ അഭിമാനത്തെ അത് ബാധിക്കുന്ന റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഉണ്ട്, കടമില്ലാതെ ജീവിക്കാൻ കഴിയുന്നു എന്ന് എത്ര ചെറിയ ജോലിയായാലും അതിൽ സംതൃപ്തി ഉണ്ടാവുക. അതേസമയം വലിയ ബിസിനസ്സുകാരാണ്, പക്ഷേ എത്ര സ്ഥലത്താണ് പൈസ കൊടുക്കാനുള്ളത്. റോള് ചെയ്ത് ഇങ്ങനെ ഒപ്പിച്ച് നടക്കുന്ന കുറേ ആളുകൾ, അവർക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് നൽകിയാലും അതിൽ തൃപ്തിപ്പെടുന്ന മനസ്സ് ആർക്കുണ്ടോ അവർക്ക് സമാധാനവും ബറക്കത്തും അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, കുടുംബബന്ധം ചേർക്കുക. കുടുംബബന്ധം ഒരാൾ ചേർക്കുകയും നന്നാക്കുകയും ചെയ്താൽ അയാളുടെ ആയുസ്സിലും സമ്പത്തിലും അല്ലാഹു വർധനവ് നൽകുമെന്ന് റസൂലുള്ളാഹി ബറക്കത്ത് നൽകുമെന്ന് വേറെ ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. ബറക്കത്ത് നൽകാന്ന് കുറെ ആയുസ് നൽകുക എന്നുള്ളതല്ല, ഉള്ള ആയുസ്സിൽ എന്ത് ചെയ്യും? സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവും. 10-30 കൊല്ലമൊക്കെ നമ്മൾ പ്രവാസികളായി അധ്വാനിച്ച് നമ്മൾ ഒരു ആപ്പിൾ കഴിക്കണമെങ്കിൽ 2 വട്ടം ആലോചിച്ച് ചെറിയ പൈസ ചെലവാക്കണമെങ്കിൽ പോലും വളരെ ചിന്തിച്ച് ചെലവാക്കിയ ആളുകളുണ്ട്. ആ സമ്പാദ്യമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മര്യാദക്ക് ഒരു ആപ്പിൾ തിന്നാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട ഒരു സമയം, നമ്മുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകിയിട്ടുണ്ടോ, ബറക്കത്തിന് വേണ്ടി നമ്മൾ ചോദിച്ചിട്ടുണ്ടോ എന്നാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിന്റെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫൽ യസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. കുടുംബബന്ധം ഒരാൾ ചേർത്താൽ അല്ലാഹു അയാളുടെ ആയുസ്സിലും സമ്പത്തിലും ബറക്കത്ത് നൽകും. അയാളുടെ ആരാധനകൾ അല്ലാഹുവിന് സന്തോഷമുള്ള ആരാധനകളാണ്. അപ്പൊ ഞാൻ വാപ്പാനായിട്ടും തെറ്റിയ ഒരാൾ, വാപ്പാനിമ്മാനായിട്ടും തെറ്റിയ ആളെ കാര്യം പിന്നെ പറയേണ്ടതില്ല, അതൊരു അപ്പീലില്ലാത്ത കേസാണ്. അതേസമയം വേറെ ഏതെങ്കിലും ബന്ധങ്ങൾ, ജ്യേഷ്ഠൻ, അനുജൻ, സഹോദരി, എളാപ്പ, മൂത്തമ്മ, അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്, ബന്ധുക്കൾ എന്ന് പറയും. ഇവരോടൊക്കെ തെറ്റി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ആരാധന പോലും പടച്ചോൻ സ്വീകരിക്കൂല. ആകാശത്തേക്ക് ഇങ്ങനെ വരും. ആകാശത്തിന് എൻ്റെ സമാഉദ്ദുന്യ, ഭൂമിയിൽ ഏറ്റവും അടുത്ത സ്ഥലത്ത് ഈ ആരാധന സൂക്ഷിച്ചു വെക്കുന്നതാണ്. എന്നാണോ ഇയാൾ നന്നാവുന്നത് അന്ന് അള്ളാഹു എന്തെയും ഈ ആരാധനകൾ എല്ലാ രാത്രിയും ആ മനുഷ്യനോട് മലക്കുകൾ വിളിച്ചു പറയും, നന്നായി വരൂ, ബന്ധങ്ങൾ ചേർക്കൂ മനുഷ്യ എന്ന് വിളിച്ചു പറയുമ്പോൾ. കാരണം എന്താണ്? ഇത്ര നിസ്കരിച്ചൊരു മനുഷ്യനാണ്, ഇത്ര ഖുർആൻ പഠിച്ചൊരു മനുഷ്യനാണ്, പക്ഷേ സ്വീകരിക്കാൻ ആഗ്രഹം മലക്കുകൾക്കുണ്ട്, പക്ഷെ പെർമിഷൻ കൊടുക്കൂല. നന്നായി വരൂ എന്നാണ് പറയുക. അപ്പൊ നന്നായി വരിക എന്ന് പറയുന്നത് കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ എല്ലാ ഇബാദത്തുകളെയും, പ്രാർത്ഥനകളെയും, ആരാധനകളെയും, ഹജ്ജ് പോലെയുള്ള മഹത്തായ അനുഷ്ഠാനങ്ങളെയും വരെ ബാധിക്കുന്ന വിഷയമാണ് കുടുംബബന്ധം എന്ന് പറയുന്നത്. ഒരാൾ കുടുംബബന്ധം ചേർത്താൽ അള്ളാഹു അയാളുടെ ആയുസ്സിലും സമ്പത്തിലും ബറക്കത്ത് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഒന്നാമത്തെ തഖ്വയും ഈമാനുമാണ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഖുർആനാണ്. അത് പൊതുവായ കാര്യമാണ്, എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. മറ്റത് നമ്മളൊക്കെ ഓരോ ഇൻസിഡന്റ് വരുന്ന സമയത്തുണ്ടാവുന്ന കാര്യം, ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ളതാണ്, അതുപോലെ തന്നെ നമ്മൾ കച്ചവടം ചെയ്യുന്ന സമയത്തുള്ളതാണ്. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ, ആയുസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ, അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ജീവിച്ചു പോവുക എന്നുള്ളതല്ല പ്രധാനം, ജീവിതം സമാധാനത്തിലും സ്വസ്ഥതയിലുമാവുക എന്നതാണ്. സമാധാനത്തിനും സ്വസ്ഥതക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പടച്ച റബ്ബിന്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും നമ്മുടെ ഭവനങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.